തോമച്ചനാണേ, ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു പോത്തിന് മൂക്കേർ ഇടണോ വേണ്ടയോ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പോത്തിന് മൂക്കേർ ഇട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു പോത്തിനെ കൊണ്ടുവന്ന് നമ്മൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും ഈ പോത്തിന് മൂക്കേറിടുമ്പോൾ. ഈ പോത്തിന് മൂക്കേറിടുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, പറ്റുമെങ്കിൽ മൂക്കേറിടാൻ വരുന്ന ആളോട് വേറൊരാളെ സഹായനെ കൊണ്ടുവരാൻ പറയണം. കാരണം ഇതിനൊന്ന് പിടിച്ച് കെട്ടിയും കയറുകൊണ്ടൊക്കെ ഒന്ന് മരത്തിനോട് കൂട്ടി കെട്ടിയാൽ കൊടുക്കണം, ഇവൻ കൊതറാതെയും ചാടാതെയൊക്കെ ഇരിക്കാൻ. കാരണം മറ്റവനെയും പിടിച്ച് ചവിട്ടരുതല്ലോ. അപ്പോൾ നിങ്ങൾ ആ സ്ഥലത്തേക്ക് ചെല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ ചെല്ലുമ്പോൾ ഇതിന് നിങ്ങളുടെ ഒരു പേടിയും ദേഷ്യമൊക്കെ തോന്നും. കാരണം ഇതുവരെ തീറ്റയൊക്കെ തന്ന് സ്നേഹിച്ച് കൊണ്ടുവന്ന ഒരാൾ എന്നെ ഉപദ്രവിക്കാൻ കൂട്ടുമെന്നുള്ളൊരു തോന്നലുണ്ടാവും. നിങ്ങളത് മാറി നിൽക്കുന്നതല്ല. ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അവൻ ആ ഒരു ദേഷ്യം നിങ്ങളോട് കാണിക്കും. അല്ലെങ്കിൽ അത്രയും നാൾ നിങ്ങളുണ്ടാക്കിയൊരു ഇൻറ്റിമസി, ഒരു അടുപ്പം അത് ഇല്ലാതാവും. അപ്പോൾ അത് കൂടെ ഒരാളെ കൊണ്ടുവരാൻ പറയുക. അതിന് എന്തെങ്കിലും ഇച്ചിരി ചില്ലറ കൂടുതൽ കൊടുത്താലും നഷ്ടമായിട്ട് നിങ്ങൾ കൂട്ടണ്ട. പിന്നെ പറഞ്ഞു വന്നത് ഇതിന് ശേഷമുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുട്ടികളെ പറ്റുമെങ്കിൽ 2 ദിവസത്തേക്ക് പറമ്പിലും പടത്തും കൊണ്ട് ഇടാതിരിക്കുക. പുല്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറിച്ചു കൊടുക്കുക. അപ്പോൾ അവന് റെസ്റ്റ് കിട്ടും. ഇച്ചിരി നല്ല കലക്കും കാര്യങ്ങളും കാടിയ ഇച്ചിരി ചോറോ അല്ലെങ്കിൽ ഇച്ചിരി കാലിത്തീറ്റയോ അല്ലെങ്കിൽ കൈത്തീറ്റയോ ഒക്കെ ഇട്ട് ഇച്ചിരി സ്നേഹത്തോടെ കുറച്ച് കൊടുക്കുക. ഈ ശർക്കരയൊക്കെ ഇച്ചിരി പഴത്തിനകത്തൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പിടിച്ച് കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നെന്ന് ഓർത്തു മൂക്കൂത്തുന്ന സമയത്ത് അതിനുശേഷം കുറച്ച് ശർക്കരയും പഴവും ഒക്കെ അടുപ്പിച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ അവൻ ആ ഒരു നിങ്ങൾ ചെയ്തൊരു ഉപദ്രവം മറക്കും, നിങ്ങളുടെ പഴയൊരു അടുപ്പം ഉണ്ടാവും. അതുപോലെ ഡോക്ടറാണ് പറയുന്നതെങ്കിൽ പുള്ളി പറയണ ഓയിൽമെൻറ്റോ മരുന്നോ മസ്റ്റായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. മൂക്ക് ഇറക്കിയൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഉപ്പുവെള്ളം, അതൊക്കെ ഞാൻ ആ വീഡിയോ പറഞ്ഞിരുന്നു. അതൊക്കെ പോട്ടെ. ഇതിന് ശേഷം ശ്രദ്ധിക്കുന്നത് 5-6 മാസമോ കഴിയുമ്പോൾ നിങ്ങൾ കാര്യം മറന്നു പോകും. പിന്നെ മൂക്കേർ ഇട്ടു എവിടെയെങ്കിലും കൊണ്ടുപോകും മൂക്കേറി പിടിക്കുന്നൊക്കെ വരുന്നു. ഇവൻ്റെ അസ്വസ്ഥതകളോ നിങ്ങൾ ശ്രദ്ധിക്കില്ല. നമ്മൾ ഇടുന്ന ഒരു ചെറു പ്രായത്തിലായിരിക്കും. പോത്തിൻ്റെ തല വലുതാവുകയും ശരീരം വലുതാവുകയും ചെയ്യും. അപ്പോൾ ഈ മൂക്കേർ ചെവിയുടെ പുറകെ കൂടെയൊക്കെ ഇട്ട് പോകുന്ന സ്ഥലങ്ങൾ ടൈറ്റ് ആകാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഈ 5-6 മാസമോ കഴിയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കൈ കടത്തിയൊക്കെ നോക്കണം, തലയുടെ പുറകെ ടൈറ്റായോ, മൂക്ക് ടൈറ്റായോ. മൂക്കൊക്കെ ചിലത് പഴുത്ത് പൊട്ടിക്കഴിയുമ്പോഴാണ് പലരും അറിയുന്നത്. ഇതിന് പനി പോലെ വരികയോ മൂക്കിൽ നിന്ന് ഏതെങ്കിലും ചീറ്റിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക. കാരണം അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, വേദന ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് കൈയിട്ട് നോക്കുക, ഇത് ലൂസാണോ എന്നുള്ള. ലൂസ് അല്ലെങ്കിൽ ഈ മൂക്ക് കയറ് ചെയ്ത ആളെ തന്നെ വിളിച്ച് ഒന്ന് പുതിയൊരു കയറിട്ട് ലൂസായി കൊടുക്കുക. ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരികയില്ല. തലയും മൂക്കും നെറ്റിയും തമ്മിലുള്ള അകലമൊന്നും പിന്നെ കൂടത്തില്ല. അപ്പോൾ അത് സ്ഥിരമായിട്ട് നിൽക്കും. അതല്ലാതെ പൊട്ടിപ്പോയെങ്കിലൊക്കെ ഉള്ളൂ. പൊട്ടിപ്പോലൊക്കെ കുറവാണ്. കാരണം എവിടെയെങ്കിലും ഉടക്കിയൊക്കെ വലിയൊക്കെ ചെയ്താൽ അത് മുറിവിനൊക്കെ കാരണമാകും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കൈയിട്ട് ഈ മൂക്ക് കയറ് ടൈറ്റ് ആണോ എന്നൊന്ന് ശ്രദ്ധിക്കണം ഇടയ്ക്ക്. അതൊന്ന് മെയിൻ ഒരു കാര്യമാണ്. ഇല്ല പിന്നെ അത് ഇൻഫെക്ഷനൊക്കെ ആകാം, നമ്മൾ കണ്ടില്ലേ മരണകാരണമാകാം കേട്ടോ. ഓക്കെ, താങ്ക്സ്.